സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് ഗവർണർ സർക്കാർ പോര് അത് രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യം. ഇന്നലെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ നമ്മൾ കണ്ടതാണ് മുഖം നോക്കാതെ നിൽക്കുന്ന ഗവർണറെയും മുഖ്യമന്ത്രിയും. അപ്പോൾ ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവും ആക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങളുമായി LDF കൺവീനർ EP ജയരാജൻ രംഗത്തെത്തിയിരിക്കുന്നു. മനസ്സിൽ വിഷം നിറച്ച് ചീറ്റുന്ന മൂർഖൻ പാമ്പിനെ പോലെയാണ് ഗവർണറെന്ന് EP ജയരാജൻ പറഞ്ഞു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഖം തിരിച്ചു നിന്ന ഗവർണറുടെ നടപടി തരം താണുപോയി. ഗവർണർ നിലവാരമില്ലാത്ത അവസ്ഥയിലേക്ക് പോയി എന്നും സങ്കുചിത ചിന്തയുടെ പ്രതിഫലനമാണ് ഗവർണറുടെ നടപടിയെന്നും EP ജയരാജൻ കുറ്റപ്പെടുത്തി. എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച ഗവർണറെ തിരികെ വിളിക്കണമെന്നും EP ജയരാജൻ ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ വലിയ തർക്കമാണ് സർക്കാരും ഗവർണറുമായിട്ട്. ഇന്നലെ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ കണ്ടു. അപ്പോൾ ആ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകുമെന്ന് കരുതി. പക്ഷെ എങ്ങനെയാണ് ഗവർണറുടെ സമീപനത്തെ LDF കാണുന്നത്? ഗവർണർ തരം താണുപോയി. നിലവാരമില്ലാത്തൊരവസ്ഥയിലേക്ക് അദ്ദേഹം ചെന്നെത്തിപ്പോയി. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസപരമോ മുൻകാല രാഷ്ട്രീയ പാരമ്പര്യങ്ങളോ ഒക്കെ നോക്കിയാൽ അദ്ദേഹം ഇന്നിവിടെ കാണിച്ചത് അങ്ങേറ്റം അപലനീയമായിട്ടുള്ള ഒരു സങ്കുചിത ചിന്തയുടെയും ഒരു വികാസം പ്രാപിച്ചിട്ടില്ലാത്ത മനുഷ്യൻ്റെ ഒരു പ്രതിരൂപമായിട്ടാണ് അദ്ദേഹം അവിടെ വന്നത്. അദ്ദേഹം സ്റ്റേജിൽ വരുമ്പോൾ തന്നെ മുഖമാകെ എന്തോ ഒരു മുഴുവൻ ആളുകളെയും വെറുക്കുന്ന മനോഭാവത്തോടു കൂടിയിട്ടാണ് സ്റ്റേജിൽ വരുന്നത്. ഒരു ഗവർണറല്ലേ, ആ ഗവർണർ ഇരിക്കുന്ന കസേലയെക്കുറിച്ച് അതിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അല്പമെങ്കിലും നിശ്ചയമുണ്ടോ? അദ്ദേഹം സാമാന്യ ഒരു മനുഷ്യൻ്റെ രൂപത്തിലാണോ അവിടെ പ്രത്യക്ഷപ്പെട്ടത്? ഒരിക്കലും ഒരു ഗവർണറിൽ നിന്ന് ഇത് പ്രതീക്ഷിക്കുന്നതല്ല. അദ്ദേഹം ഇന്ന് കാണിച്ചത് അദ്ദേഹത്തിൻ്റെ സ്വഭാവം വ്യക്തമാക്കത്തക്ക നിലയിലുള്ളതാണ്. മുഖ്യമന്ത്രി ഒന്ന് രണ്ട് തവണ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്, പക്ഷേ ഗവർണർ മുഖം തിരിക്കുകയായിരുന്നു. അദ്ദേഹം ഒരു പ്രത്യേക രൂപത്തിലല്ല അവിടെ ഇരുന്നത്. മുഖ്യമന്ത്രി അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ മനോഭാവം കണ്ടാൽ അദ്ദേഹവുമായിട്ട്, കാരണം ഇതൊക്കെ രാഷ്ട്രീയമാണ്, പറയേണ്ട കാര്യങ്ങൾ പറയും. അതിങ്ങനെ മനസ്സിൽ വെച്ച് വിഷം ചീറ്റി ഒരു മൂർഖൻ പാമ്പിനെ പോലെ നടക്കുന്നത് ഒരു ഗവർണർക്ക് ഭൂഷണമാണ്. അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം മുഖ്യമന്ത്രി വളരെ നല്ല നിലയിൽ അദ്ദേഹം ഇരുന്ന സ്ഥാനത്ത് നിന്ന് അദ്ദേഹം നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു നിലപാട് സ്വീകരിച്ചു. അവസാനം ബൊക്കെ കൊടുക്കുന്നു. ആ ബൊക്കെ കൊടുക്കുമ്പോൾ ആദ്യം ഗവർണർ ബൊക്കെ കൊടുത്തു. രണ്ടാമത് മുഖ്യമന്ത്രി കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മുഖം, ഗവർണർ എന്ന് അദ്ദേഹത്തെ വിളിക്കാൻ ഏത് മനുഷ്യനും നാണക്കേടും. ഇതൊരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. എല്ലാ അതിർവരമ്പുകളും അദ്ദേഹം ലംഘിച്ചിരിക്കുകയാണ്. ഒരു അതിർവരമ്പുകളും ഇല്ലാത്ത നിലയിലേക്ക് അദ്ദേഹം കടന്നിരിക്കുകയാണ്. ഞങ്ങൾ ഈ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അലുവ വാങ്ങാൻ അലുവക്കട നോക്കി നടന്ന ഗവർണറെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇത്രയും പരിഹാസനാണ് അദ്ദേഹമെന്ന് അദ്ദേഹത്തിൻ്റെ നിലയോടുകൂടി ഇന്ന് ബോധ്യമായി. ഞങ്ങൾക്ക് മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ളവർക്കും ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്കും കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അദ്ദേഹത്തെ തിരിച്ചറിയാൻ ഇടയായി എന്നുള്ളതാണ് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ നിലപാട്, അദ്ദേഹത്തിൻ്റെ മുഖഭാവം, അദ്ദേഹത്തിൻ്റെ മനോഭാവം, അദ്ദേഹം അവിടെ കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ. ഇത്തരമൊരു സമീപനം കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് ഈ ഗവർണറെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് കേന്ദ്ര ഗവൺമെൻറ് പിൻവലിക്കണം. കേരളത്തിന് അപമാനമാണ് ഗവർണർ. അങ്ങനെയുള്ള ഒരാളെ ഈ സ്ഥാനത്ത് ഇരുത്തുന്നത് ഒരിക്കലും ശരിയല്ല. പിൻവലിച്ചുകൊണ്ട് ഒരു സംസ്ഥാനത്തിൻ്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് കേന്ദ്ര ഗവൺമെൻറ്റിനോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. രാജ്ഭവനിൽ ചടങ്ങ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഗവർണർ ആതിഥേയൻ, ഒരു ആതിഥ്യ മര്യാദ എന്നൊക്കെ പലപ്പോഴും അദ്ദേഹം പ്രസംഗങ്ങൾ സംസ്കൃതത്തിലൊക്കെ ഇതൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അദ്ദേഹം അങ്ങനൊരു സമീപനമല്ല സ്വീകരിച്ചത്. ഒരു ആതിഥ്യ മര്യാദയുമില്ല. ഒരു സാമൂഹ്യ ബോധമുള്ള, ഒരു സാംസ്കാരിക നിലവാരമുള്ള ഒരു സമീപനമാണോ ഇങ്ങനെ? ഇതാണൊരു ഗവർണറെങ്കിൽ ഇവിടെ താഴേക്കടയിലുള്ള രാഷ്ട്രീയ പ്രവർത്തകർ അടിയും കുത്തും ചവിട്ടുമൊക്കെ നടത്താറുണ്ട്. അതിനേക്കാളും തരം താണു പോയില്ലേ ഗവർണർ എന്ന് പറയുന്ന സ്ഥാനത്തിരിക്കുന്ന മഹാപുരുഷൻ? എന്തൊരു കഥയാണിത്! ഈ കേരളത്തിലല്ലേ ഇതെല്ലാം കാണിച്ചു കൂട്ടുന്നത്? എന്തും ചെയ്യാമെന്നായിരുന്നു, എങ്ങനെയുമാകാമെന്നുള്ള അവസ്ഥയായിരുന്നു. തൻ്റെ ഇരിക്കുന്ന അധികാരം കൊണ്ട് എനിക്ക് എന്തും ചെയ്യാം എന്നൊരു നിലയിലേക്ക് ഒരു ഗവർണർ ചുരുങ്ങിപ്പോയോ?
വളരെ വളരെ അപമാനകരമായൊരു സാഹചര്യമാണ് ഇന്നലെ ഉണ്ടായത്. എങ്ങനെ ഇത് മുന്നോട്ട് പോകും? കാരണം ഇനി അടുത്ത നയപ്രഖ്യാപന പ്രസംഗം നടത്തേണ്ടി വരും. ഗവർണറുമായി സർക്കാരിന് പല ബില്ലുകൾ സർക്കാരിന് പാസ്സാക്കേണ്ടി വരും. എല്ലാം ഈ സമീപനമാണെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? കേരളത്തിലെ ഗവൺമെൻറ്റിന് ആരോടെങ്കിലും പ്രതികാര ബുദ്ധിയോ തെറ്റായ നിലപാടോ സ്വീകരിക്കണമെന്ന് അശേഷം ആഗ്രഹമില്ല. അങ്ങനൊരു നിലപാടല്ല. കാരണം ഞങ്ങൾ ജനങ്ങളുടെ പക്ഷമാണ്. ജനങ്ങളാണ് ഞങ്ങളുടെ യജമാനന്മാർ. ഗവർണർക്ക് ആരെയും നോക്കേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ജനങ്ങളുമില്ല. കേന്ദ്ര ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്ത് നിശ്ചയിക്കുന്നതാണ്. കേന്ദ്ര ഗവൺമെൻറ് നാളെ പിൻവലിച്ചാൽ അദ്ദേഹം നേരെ കെട്ടും കെട്ടി ഡൽഹിക്ക് പോകണം, ഉത്തർപ്രദേശിലേക്ക് പോകണം. ജനതാല്പര്യങ്ങൾക്കനുസരിച്ച് നിൽക്കുന്നതല്ല ഗവർണർ പദവി. ഇദ്ദേഹത്തിന് എന്ത് നോക്കാൻ? കേന്ദ്രം ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്, ഇവിടെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിരിക്കുന്നു. RSSുമായിട്ടാണ് ബന്ധം. അവർ പറയുന്നതിനനുസരിച്ച് എല്ലാ വിഡിത്തങ്ങളും വികൃതി വേഷവും കിട്ടുന്നു. മഹാ അപമാനം.